കൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. പ്രകാശിന്റെ വാചാലതയിൽ പ്രേക്ഷകരെ പോലെ തന്നെ കുടുങ്ങിപ്പോയതാണ് ജ്യോതിയും. സ്നേഹത്തിന്റെ മനോഹരമായൊരു മൂടുപടം ചതിക്ക് മുകളിൽ ധരിച്ചുകൊണ്ട് പ്രകാശ് എന്തു നേട്ടങ്ങളിലേക്കാണ് കണ്ണുവെക്കുന്നത്. ഒരുപക്ഷെ ഒടുക്കമില്ലാത്ത ഒരു ചതിയാവും ഇയാളുടെ ലക്ഷ്യമെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട് വേണ്ടി അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ. അടിക്കുമായിരുന്നു. അടിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല, സത്യം. അടിക്കാൻ ഭർത്താവിനെ അടിക്കാൻ എന്താ റൈറ്റ്? സ്വന്തം അമ്മയായിട്ട് സുഖത്തിലല്ലെങ്കിൽ പോലും സ്വന്തം അമ്മയുള്ളപ്പോൾ സ്വന്തം അമ്മയെ തള്ളി പറഞ്ഞ് ഇത് ചിറ്റയാണെന്നോ മറ്റൊരു സ്ത്രീയാണെന്നോ പറയുക എന്ന് പറയുമ്പോൾ ആ മകനെ എന്തോ പറയണം. കഴിഞ്ഞ ഒക്ടോബർ 22 ഏത് സ്ത്രീയും കൊണ്ട് വീട്ടിൽ വന്നെന്ന് ചോദിച്ചു നോക്കാം. മാഡം, അങ്ങനെ ഒരു സ്ത്രീ വന്ന് കണ്ടതായിട്ട് പറഞ്ഞ ആരെന്ന് പറയട്ടെ. ഇപ്പൊ ഓപ്പൺ സോഴ്സാണ്. എന്നോട് അവർക്ക് ദേഷ്യമില്ല. പിന്നെ മോളത്തെ ചേച്ചി ആ പെണ്ണിനെ കണ്ട് തെറ്റിദ്ധരിച്ചു. ഇങ്ങരുടെ കൂടി പോണത് കൊണ്ട് എന്റെ പേര് വിളിച്ചു. 3 തവണ പേര് വിളിച്ചതിന് ശേഷമാണ് ആ പെണ്ണ് തിരിഞ്ഞു നോക്കിയത്. ഞാൻ ജ്യോതി അല്ലാന്നും പറഞ്ഞോണ്ട് പോയി. പിന്നെ അതിന്റെ മുകളിലത്തെ വീട്ടിലെ അവര് പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്ന് ആള് വന്നായിരുന്നോ എന്ന് ചോദിച്ചു. ഏതെങ്കിലും ബന്ധുക്കൾ വന്നായിരുന്നോ എന്ന് ചോദിച്ചു. എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും വരാറില്ല ഇവരുടെ വീട്ടിലേക്ക്. വന്നാല് എന്നെ മിണ്ടിക്കല്ലാത്ത കൊണ്ട് എന്നെ അടുക്കളയിൽ കയറ്റി ഇരുത്തുള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഇങ്ങനെ ചെയ്യണത് എന്നെ അടുക്കളയിൽ ഇരുത്തും. എന്നിട്ട് അവര് എന്റെ അച്ഛൻ ആശുപത്രി കിടന്നപ്പോഴാണ് മാത്രമേ വന്നിട്ടുള്ളൂ. ആ സമയത്ത് വന്നാല് അവര് വന്ന് അച്ഛനെ കണ്ടിട്ട് പോവുക, ഞാൻ അടുക്കളയുടെ അകത്തിരിക്കുക. ഇതാണ് എൻ്റെ. അപ്പോൾ ആ ചേച്ചി എന്നോട് കടയിൽ സാധനം വാങ്ങാൻ പോയപ്പോഴത്തേന് എന്നോട് ചോദിച്ചു, ജ്യോതിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരും വന്നില്ല ചേച്ചി. അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ പ്രകാശൻ ഇവിടെ നിന്ന് ഓട്ടോയിൽ വന്നിട്ട് അവർക്ക് വഴി തെറ്റിപ്പോയി. അവർ മുകളിലേക്ക് പോയി. അപ്പോൾ ഇത്തിരി കേട്ടുള്ളൂ. മുകളിലേക്ക് പോയി അവരെ ഇവിടെ നിന്ന് പ്രകാശ് ഫോൺ ചെയ്തിട്ടാണ് അവർ തിരിച്ചു വന്ന് 2 പേരും കൂടി മുകളിലേക്ക് പോയി. ഞാൻ ഓർത്ത് ജ്യോതിയുടെ നാട്ടിൽ നിന്ന് വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഇതാര്? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സുമിതയെ കാണാൻ വന്നതെന്ന്. സുമിത അവിടെ എവിടെയില്ല. സുമിതയുടെ വീട് അക്കരെ വീടുള്ള സുമിതയെ കാണാൻ എന്തിന് ഞങ്ങളുടെ വീട്ടിൽ വരണത്? എന്റെ മാഡം, അങ്ങനെ ആരും വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ കൂടെ വഴിയുണ്ട്. അവിടെ തൊഴിലുറപ്പ് എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടി ഈ പറഞ്ഞ സുമിത എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ മുമ്പറായിട്ട് മത്സരിച്ച് തോറ്റ വ്യക്തിയാണ്. അവര് അവിടെ പണി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ തൊഴിലുറപ്പ് അടക്കുന്ന കണ്ട ഏതാണെന്ന് ഒരു പെണ്ണ് ചോദിച്ചു എന്നുള്ള സത്യമാണ്. അവരത് ഇപ്പുറത്തൂടെ പോയി ആ റബ്ബറിൻ്റെ ഇടയിൽ കൂടി എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ കയറണതോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണതോ കണ്ട ഒരാളുണ്ടായി പേര് പറയിട്ട്. അങ്ങനെ ഒരാൾ സംശയം തോന്നണേ അയൽവക്കത്തുള്ള ആൾ വന്ന് നോക്കൂലേ ഏത് വീട്ടിലാണ് കയറി പോണേന്ന്. ശരി, നിങ്ങൾ കണ്ടില്ല. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നോണ പറഞ്ഞു? 12 മണിക്ക് നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞ ആള് വീട്ടിൽ 5 മണി വരയ്ക്ക് ഞാൻ തിരിച്ചു വരുമ്പോഴും വീട്ടിലിരുന്ന ആള് എന്തുകൊണ്ട് വന്നില്ല? നീ എന്റെ ഫോൺ കൊണ്ടുപോയി. ഞാൻ നിന്റെ അടുത്ത് എന്ത് പറഞ്ഞു? എന്റെ ആവശ്യം കഴിഞ്ഞിട്ട് പണി സൈറ്റ് പോയിട്ട് ഞാൻ വരാം, നീ ഫോൺ എടുത്തോണ്ട് തന്നെ പോയി. അന്ന് എന്നോട് പറഞ്ഞ കാര്യമോ നിങ്ങള് പറയുന്ന ഒരു പെണ്ണുമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾക്ക് ഒരു പെണ്ണുമായിട്ട് ഭാര്യ അല്ലാതെ ബന്ധമില്ല. മേഡം, അങ്ങനെ ഉണ്ടെങ്കിൽ അവള് പറയട്ടെ. അവള് പറയാണല്ലോ എല്ലാ കാര്യവും. ഞാൻ പറഞ്ഞു 2 കേസ് വീട്ടിൽ കൊണ്ടുവന്നു. 2 കേസ് വീട്ടിൽ കൊണ്ടുവന്നു. ഒന്ന് 2010 മരരിക്കുളത്തെ വീട്ടില് എൻ്റെ വല്യച്ഛൻ്റെ മോളെന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അത് ഞാൻ ക്ഷമിച്ചു, ഞാൻ ആരോടും പറയാതെ ഞാൻ കൊണ്ടുപോയി. പക്ഷെ അതിനുശേഷമാണ് ഇവിടെ വെച്ച് അത് അന്ന് ഞാൻ പോകുന്നില്ല, ആശുപത്രിയിൽ പോവില്ല, എനിക്ക് അത്രയ്ക്ക് തീരെ വയ്യ. എനിക്ക് പിന്നെ പ്രഗ്നൻസി ടൈമിലുള്ള പ്രശ്നമാണ്, തലചുറ്റൽ കൊണ്ട് വയ്യ, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഉന്തി വിട്ടതാ ഇങ്ങേര്. എന്നിട്ട് ചെയ്തത് അങ്ങേര് എന്നോട് പറഞ്ഞു ഞാൻ വന്നില്ല. 12 എന്നെ ബസ് കയറ്റി വിടുന്നവര് ഇങ്ങനെ കാരക്കോണം പോകണമെന്ന് പറഞ്ഞിട്ട് നിന്ന ആള് 3 ബസ് കാരക്കോണത്തേക്ക് പോയിട്ടും കയറാതെ അവിടെ നിന്ന് എന്നെ ബസ് കയറ്റി വിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു. എന്തിന് തിരിച്ച് വീട്ടിൽ വന്നു? ആ ചേച്ചി എന്നോട് പറഞ്ഞു ടേപ്പ് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പ്രകാശം വന്നേന്ന്. അതിനുശേഷമാണ് ഈ പെണ്ണുമായിട്ട് വന്നതെന്ന് പറഞ്ഞു. ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഒരാഴ്ച കലിങ്ങരോട് ചോദിച്ചൊക്കെ ഊണില്ലായിരുന്നു, ഉറക്കമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഞാൻ ഈ പ്രഗ്നന്റ് പറയുന്നത് ഈ ആരോപണം ഞാൻ നിഷേധിക്കുന്നു. എന്റെ വീട്ടിൽ ആരും വന്നിട്ടില്ല. തൊട്ടു താഴെ എന്റെ സഹോദരി വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ആൾക്കാരുണ്ട്. അതിനടുത്ത് എൻ്റെ ഒരു വലിയമ്മയുടെ മകളുടെ മകളും ഉണ്ട്. ഇവരാരും എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നാൽ ഈ വീടുകളെല്ലാം പരസ്പരം കാണാമെന്നുള്ളതാണ്. ഈ വീട്ടിലെല്ലാം എപ്പോഴും ആളുള്ളതാണ്. ഇത് പോയിട്ട് ഞങ്ങൾ അയൽവക്കത്തുള്ള ഒരാൾ അന്ന് മറ്റേ പപ്പായ പറിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് ഞാനുമായിട്ട് സംസാരിച്ച് ഞാൻ അവർക്ക് പപ്പായ അടത്ത് കൊടുത്തതും. അല്ല, അപ്പോൾ അവരാരും കാണാതെ മായ പോലെ
അപ്പുറത്ത് ഇരിക്കുന്ന വഴിയായി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ പുറകെ ആരോ വന്നു എന്ന് പറയുന്നു. അതുവഴി എൻ്റെ വീട്ടിൻ്റെ സൈഡ് വഴി ഒരുപാട് വഴിയുണ്ട് കനാലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാൻ, അല്ലാതെ എൻ്റെ വീട്ടിലാരും വന്നിട്ടില്ല. പാല് കാച്ചി പിടിക്കാമെന്ന് പറഞ്ഞ സ്ത്രീ വിളിച്ചോണ്ട് പോയി. അതെന്താ അത് അവിടെ വെച്ച് മോൻജന്റെ ഭാര്യ വന്നു, പാലുകാച്ചി വിളിച്ചു. തുലാമ്പത്തിന് ഞാൻ പരിപാടിക്ക് പോവാ. ആളവിടെ ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കുന്നു. ലാസ്റ്റ് നാട്ടുകാരെന്നെ ഞാൻ ചെല്ലാൻ നോക്കിയിരുന്നു എന്നോട് പറയാനായിട്ട്. അവർക്കാർക്കും എൻ്റെ ജീവിതം അവരും പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, വഴക്കിടാനോ പിണങ്ങാനോ ഒന്നിനുമല്ല ജ്യോതി പറയണത്, നീ എന്നും ഇവന്റെ കൂടി എവിടെ പോയാലും ഒരു ശ്രദ്ധ നിനക്ക് വേണം, അത്രേ അവർ പറയാനുള്ളൂ. അവർക്കും വഴക്കിടണമെന്ന് ആഗ്രഹം കൊണ്ടല്ല. എനിക്കറിയില്ല മാഡം, ഈ പറയുന്ന ആരും എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല നീ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയാ അതാരാണെന്ന്. ഈ പറയുന്ന ഈ ആദ്യം പറഞ്ഞ സൂസ എന്ന് പറഞ്ഞതോ അപ്പുറത്തുള്ളതോ അവരെ ഞാൻ പേര് പറഞ്ഞില്ലല്ലോ, സൂസമ്മയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പൊ എങ്ങനെ ആ വഴിയിൽ അവര് മാത്രമേ ഉള്ളൂ നീ പറഞ്ഞ അല്ല. ആ വഴിയില് സൂസമ്മ മാത്രമല്ല ഉള്ളത്, ലളിത ചേച്ചി ഉണ്ട്, പുഷ്പ ചേച്ചി ഉണ്ട്. എനിക്ക് ആകെയുള്ള അനുവാദം എന്താണെന്നറിയോ? ഇവരുടെ വീട്ടിൽ നിന്നാല് മോനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാം, തിരിച്ചു വരാം. അതിനിടയ്ക്ക് കാണുന്നവരുടെ ആരോടും മിണ്ടാൻ പാടില്ല, സ്ട്രിക്റ്റ് ആണ്. അടിമയാണോ? അത് അടിമയല്ല മാഡം, ബാക്കിയുള്ള ഇവിടെ വല്യമ്മയുടെ മക്കള് കുടുംബത്തോടെ വന്ന് താമസിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ 2 ദിവസം. ഇല്ലാന്ന് പറയട്ട് ഇവിടെ കൊച്ചിച്ചൻ വന്നിട്ടുണ്ട്, ചെറിയച്ഛൻ, അച്ഛൻ്റെ അനിയൻ വന്നിട്ടുണ്ട്, അമ്മയുടെ ബ്രദർ വന്നിട്ടുണ്ട്. ആരുടെ ഞാൻ കാണിച്ചില്ലല്ലോ. അനിയത്തിയുടെ ഭർത്താവിന്റെ കണ്ണുവെട്ടത്ത് പോലും എൻ്റെ ഭാര്യ പോണ എനിക്ക്. നിങ്ങളുടെ അനിയത്തിയുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ തമ്മിൽ മറ്റെന്തെങ്കിലും മോശമായ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. അവ ആരെ കുറിച്ചും അവക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ എന്താ ജസ്റ്റ് ആദ്യമുള്ള ആരോപണമാണോ ഉന്നയിച്ചത് അനിയൻ? വളരെ മോശമായ ഒരു ആരോപണം. എൻ്റെ മനസ്സിൽ ഒരാളിനോട് അത്രയും ശത്രുത തോന്നണമെങ്കിൽ പറഞ്ഞ കാര്യം അത്രയും സ്ട്രോങ് ആണ്. അതിൽ കൂടുതൽ ആ കാര്യം ഞാൻ പറയും. രണ്ടാമത്തെ കുഞ്ഞ് നിങ്ങളുടേതല്ലതാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതന്നത്തെ വാശിക്ക് പറഞ്ഞു. എന്റേത് ഞാൻ ഇവിടെ സാറോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്വന്തം ഭാര്യയും സ്വന്തം കുഞ്ഞിനെ. ഒരു ഭാര്യ ഗർഭിണിയായാൽ പ്രസവ സമയത്ത് ഭർത്താവ് അടുത്ത് വേണമെന്ന് വിചാരിക്കും. ഇത് പകരം അനിയത്തിയുടെ ഭർത്താവ് നിന്ന് കാര്യങ്ങൾ നടത്തിയാ പിന്നെ ഒരു തവണയെങ്കിലും പ്രസവത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും വിളിച്ചിട്ടുണ്ടോന്ന് നേരത്തെ ഡോക്യുമെന്റ്. ഭർത്താവാണ് നിങ്ങളെ പ്രസവം നോക്കിയത്? എന്റെ അമ്മയെ നോക്കിയ അമ്മയല്ലേ? അമ്മ മാത്രല്ല, എന്റെ ബന്ധുക്കളെല്ലാം. ഈ പറഞ്ഞവരില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അവരുണ്ടായാലെന്താ? ഉണ്ടായിരുന്നു. അവരെ സഹായം വേണ്ട നമുക്ക്, അവന്റെ ഒരു സഹായം എവിടെ കാര്യത്തിൽ വേണ്ട. എനിക്ക് അത്രയ്ക്ക് അവനോട് മാത്രം, ഞാൻ മറ്റാരോടും വാശി കാണിക്കുന്നില്ലല്ലോ. അത്രയ്ക്ക് എന്റെ മനസ്സിനെ ഹർട്ട് ചെയ്ത ഒരു സംഭവമാണ്. പ്രകാശനെ നന്നായിട്ട് അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും ജ്യോതിയായിട്ട് ഞങ്ങൾ മിക്കവാറും തന്നെ കാണുമായിരുന്നെങ്കിലും ജ്യോതി അവനുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ തുറന്ന് പറയാറുണ്ട്. പ്രകാശൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നിഷ്ഠൂരമായ ഉപദ്രവങ്ങൾ തുടരെ ഉണ്ടാകുമായിരുന്നു. ഇതെല്ലാ കാര്യങ്ങളും ജ്യോതി വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് പറയാറുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് ഞാൻ പ്രകാശനോട് വളരെ കാര്യമായി സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഇങ്ങനെയൊക്കെ ആണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, സംഭവം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാരണവശാലും ജോലിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാം. 2 വർഷം മുമ്പ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് ചെയ്തു തന്നു. എൻ്റെ കഴുത്തിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മാലയാണ്, അവസാനത്തെ മാല, ഒരു കച്ചിത്തുരുമ്പ് പോലെ ഞാൻ എൻ്റെ കൊണ്ടു നടന്ന എൻ്റെ മോനെ എന്തെങ്കിലും, അന്നൊരു മോനല്ലേ ഉള്ളൂ, അന്ന് എൻ്റെ മോൻ എന്തെങ്കിലും ഒരു കാലത്തെ അമ്മയുടെ വകയെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കാനായിട്ട് 2 പവൻ്റെ ഒരു മാല അതെൻ്റെ കഴുത്തിൽ ഞാൻ ഇട്ടിരുന്നു. ലാസ്റ്റ് ഇങ്ങേര് എന്തോ പോലീസ് കേസാകും, ഇന്ന് എന്നെ പോലീസ് പിടിക്കും, ഇല്ലെങ്കിൽ നാട്ടുകാർ കൊണ്ട് നാട് വിടുക രക്ഷയുള്ളൂ എന്നും പറഞ്ഞിട്ട് എൻ്റെ കാലിൽ പിടിച്ചിട്ട് ഞാൻ ഊരിക്കൊടുത്തു. അന്ന് ഞാനൊരു വാക്ക് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഈ മാല ഞാൻ തരാം, പക്ഷേ എനിക്ക് ഒരു അനുവാദം തന്നെ, എൻ്റെ അനിയത്തിയായിട്ട് സഹകരിക്കാനുള്ള അനുവാദം തന്നെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ മാലയ്ക്ക് വേണ്ടിയിട്ട് സമ്മതിച്ചു. ഇന്ന് ഈ നിമിഷം വരെ ഈ മാല ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അവരോട് മിണ്ടണേന് കുഴപ്പമില്ല. എന്നിട്ട് ഇല്ല അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. പക്ഷെ മരിച്ച സമയത്ത് 2 പേരുമായിട്ട് ഞാനും കൂടെ സഹകരിച്ചിരുന്നു. ഞാൻ പക്ഷേ പ്രകാശിന് എന്താ വേണ്ടത്? കഴിഞ്ഞ കാര്യങ്ങൾ വിട്ടിട്ട് അവള് പിള്ളേരെ കൊണ്ട് എന്റെ കൂടെ വന്ന് താമസിക്കാൻ തയ്യാറാണെങ്കിൽ അവളെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. എനിക്കിപ്പോഴും അവളെ മക്കളെ ഉപേക്ഷിച്ച് കളയണമെന്നില്ല. അവൾ എൻ്റെ കൂടെ കഴിഞ്ഞതെല്ലാം ഇവിടെ വെച്ച് ഈ ടോപ്പിക്കിൽ വിടാം. എന്നിട്ട് ഇതേ കാര്യം ഞാൻ വനിതാ കമ്മീഷനിലും മറ്റേ ഗൾസയിലും എല്ലായിടത്തും ഞാൻ പറഞ്ഞ അഭിപ്രായം. അത് തള്ളിക്കളഞ്ഞ് ഓരോ സ്റ്റേജിലേക്കും എത്തുന്നത് അവരാണ്. ഞാൻ ഇന്ന് വരെ അവർക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല. അവരെനിക്ക് നേരെ
എനിക്കെതിരെ കൊടുത്ത പരാതികളുടെ എല്ലാ കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരിടത്തും അവർക്കെതിരായിട്ട് ഒരിടത്തും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ പിള്ളേരാണ്, എൻ്റെ ഭാര്യയാണ്. ഞാൻ ആകെ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, ഒരു ബന്ധം, അതെനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഉപേക്ഷിച്ച് അവർ വരാൻ തയ്യാറാണെങ്കിൽ ഇന്നലെ വരെ ഉള്ള എല്ലാം ഉപേക്ഷിച്ച് അവരെ കൊണ്ടുപോകാൻ ഈ സെക്കൻഡിൽ ഞാൻ റെഡിയാണ്. അപ്പൊ നിങ്ങളും ഇനി അടിക്കാനൊന്നും പാടില്ല. അല്ലെ, അനുഭവിച്ചവരെല്ലാം മറക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മറക്കുന്നെന്തോ, മറക്കാൻ പറഞ്ഞ എന്താ കാര്യം? കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അനുഭവിച്ചവരെന്ന് പറയാൻ വേണ്ടി വനിതാ കമ്മീഷനിൽ പോയപ്പോഴേ നിൽക്കും മാഡം, അവർ എൻ്റെ അടുത്തും പറഞ്ഞു, അവരുടെ അടുത്തും പറഞ്ഞു, കഴിഞ്ഞത് ഇവിടെ വെച്ച് വിടുക. അവര് 1.5 മണിക്കൂർ പറയാം, പക്ഷെ അനുഭവിച്ചവർക്ക് അത് പറ്റുമോ? പിന്നെ അവരെ ഇഷ്ടം പോലെ അല്ലേ നടക്കൂ. അല്ല, ഇനി വിളിച്ചോണ്ട് പോയാൽ അടിക്കോ? മാഡം അടിക്കാൻ വേണ്ടി അല്ലല്ലോ, അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് കഴിഞ്ഞത് ഇവിടെ വെച്ച് വിടുക. അല്ല, കഴിഞ്ഞത് പിന്നെയും വരാൻ പോകുന്ന അടിയല്ലേ? കഴിഞ്ഞത് വിടുമ്പോ വീണ്ടും വരാൻ പോണ അടിയാണെന്ന് മാഡം മുൻവിധിയോടെ പറയാൻ പറ്റുമോ? നമുക്ക് ഒരു 7 കൊല്ലമൊക്കെ ജീവിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ വരെയുള്ള ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം രണ്ടുപേരും വിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു ടോപ്പിക്ക് മാത്രം അനുവദിക്കില്ല, അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ആ ഒരു ബന്ധവും കൂടെ ഒഴിവാക്കുക. അനിയത്തെ കാണുമ്പോൾ മിണ്ടിക്കോട്ടെ, അതിൽ മാത്രമേ എനിക്ക് സംശയം. അല്ലാതെ എൻ്റെ ഭാര്യ ആ നാട്ടിൽ ആരെടുത്ത് മിണ്ടിയാലോ, അവളൊരു മാമൻ്റെ മകനുണ്ട് സജിത്ത് എന്ന് പറഞ്ഞ്, ഞാൻ അളിയാന്നാണ് വിളിക്കുന്നത്. അതായത് അവളെ സഹോദരനായിട്ട് ഞാൻ സ്വയം കാണുന്നതാണ്, ഞാനുമായിട്ട് നല്ല ഫ്രണ്ട്. അത് മുറയ്ക്ക് അവളുടെ മുറച്ചെറുക്കനാണ്. അവൻ്റെ കാര്യത്തിൽ പോലും ഞാൻ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള സംശയങ്ങൾ എൻ്റെ ഭാര്യയില്ല. എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ ഒരാളിനെ കുറിച്ച് ആ ബന്ധം ഒഴിവാക്കാനേ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. നിങ്ങൾ ഇന്ന് വരെ ഭാര്യയോടോ മറ്റാരോടുമോ പറഞ്ഞിട്ടില്ല. അതെന്റെ മനസ്സിനെ അത്രേ ഹർട്ട് ചെയ്തു, അത്ര മോശമായ കാര്യം. അതുകൊണ്ടാണ് എന്റെ ഭാര്യ അടുത്ത് പറഞ്ഞു, അയാൾ സംസാരിച്ച രീതി. ഭാര്യയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യവും അങ്ങനെ മറച്ചു വെക്കാൻ. ഭാര്യയ്ക്ക് മുമ്പ് അവളെ ഞാൻ ഭാര്യ ആക്കുന്നതിന് മുമ്പ് അവൻ എന്റെ സുഹൃത്തായിരുന്നു. അല്ല, അങ്ങേ അറ്റം എന്ത് പറയും, വേറെ ഒരാളുമായിട്ട് ബന്ധം എന്ന് പറയും. ബന്ധമുണ്ട്. എന്താ ഒരു പെണ്ണിനെ പറ്റി ഇതിനേക്കാൾ ഒന്നും പറയാനില്ല, അതല്ലേ പറയാനുള്ളൂ. അതേ ഉള്ളൂ, അതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം. അതാണ് ഞാൻ എന്റെ മക്കളെയും ഇങ്ങേരെയും വിട്ടിട്ട് ഞാൻ വേറെ ആരുടെയും കൂടി പോയെന്നോ ആരുടെയും കൂടി ഇങ്ങേരെ എന്നെ കണ്ടു എന്നോ പറഞ്ഞാല് ശരി, അതായിരിക്കും ഏറ്റവും വലിയ മോശപ്പെട്ട കാര്യം. അത് എത്രയോ വട്ടം ചെയ്ത് കഴിഞ്ഞ ആളാണ് ഈ ഇരുന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ 2006 മുതൽ 2013 വരെ ഞാൻ കണ്ട കാര്യം. അത്രയും ഞാൻ ഓരോ അറിവ് വരുമ്പോഴും ഞാൻ ചോദിക്കുകയാണ് ചെയ്യണത്, നേരിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഒളിച്ചു നിന്നുകൊണ്ട് അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറയല്ല. ഓരോ കാരണം അറിയുമ്പോഴും ആദ്യം ഞാൻ പറയണ ഇങ്ങേരോടെ ചോദിച്ചു നോക്ക്. ഈ രണ്ടാമത്തെ കുട്ടി നിങ്ങളുടേതല്ലെന്ന് പറഞ്ഞു, എന്താ കാരണം? അതെന്റേതാണ് ഇല്ലാന്ന് ഞാൻ വന്നപ്പോഴേ ഇതുവരെ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ 3-4 മാസം ഗർഭിണിയായപ്പോൾ ഇറങ്ങിപ്പോയ ആളിനെ എങ്ങനെ പ്രസവം ഞാൻ അറിഞ്ഞിട്ടില്ല, കുട്ടിയുടെ നൂലുകെട്ട് അറിഞ്ഞിട്ടില്ല. ഒരു തവണയെങ്കിലും എന്നെ അറിയിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു എന്ന് പറഞ്ഞ് ഒരു തവണ അവളെ വിളിച്ചിരുന്നുവെങ്കിൽ ഞാൻ കൂടെ പോകുമായിരുന്നു. ഇല്ല, ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ നമ്മൾ പ്രസവിക്കുന്നുണ്ടോ? ഇല്ല. ആ കുഞ്ഞിന് ആ സ്റ്റേജിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഞാൻ എന്തൊക്കെ ആ പ്രശ്നങ്ങൾ കടന്നിട്ടാണ് ഇവിടെ വന്നത്. ഈ കുഞ്ഞിനെ കിട്ടത്തില്ലാന്ന് ഹോസ്പിറ്റലിലെ കുട്ടപ്പൻ ഡോക്ടർ തീർത്ത് പറഞ്ഞതാണ്, ഈ കുഞ്ഞിനെ കിട്ടത്തില്ലാന്ന്. അതുപോലെ പിന്നെ വണ്ടാനത്തെ ഡോക്ടർ ലാസ്റ്റ് 30-ാം തീയതി ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് എന്നെ 8-ാം തീയതി ഓപ്പറേഷൻ ചെയ്താണ് ഈ കുഞ്ഞിനെ കിട്ടിയത്. ആ സമയത്തും ആ കുഞ്ഞിന് ഷുഗർ തീരെയില്ലായിരുന്നു. അപ്പോഴും അവർ പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കാരണം ഈ ടെൻഷൻ, ഈ 3 മാസം ഞാൻ അനുഭവിച്ച ടെൻഷൻ എൻ്റെ ശാരീരികമായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി. ഷുഗറിന് ഞാൻ ലാസ്റ്റ് ഇൻസുലിൻ എടുത്താണ് ഈ കുഞ്ഞിനെ ഞാൻ രക്ഷപ്പെടുത്തിയത്. ഇതൊക്കെ ഒരു ഭർത്താവല്ലേ അറിയണ്ടേ? എൻ്റെ അമ്മ ലോകം മുഴുവനും കടം വാങ്ങിച്ചും, പിന്നെ ഇങ്ങേർക്കറിയാലോ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷമേ ഉള്ളൂ. ഇങ്ങേരുടെ കിടന്നല്ലേ എൻ്റെ അച്ഛൻ മരിക്കണേ. ഈ വീട്ടിൽ ആര് നോക്കും? എൻ്റെ അമ്മയ്ക്ക് ജോലിയില്ല. ഈ ഇതുമൂലം എനിക്ക് ഈ ഇത്രയൊക്കെ വിഷമതകൾ ഉള്ളത് കാരണം എൻ്റെ അനിയത്തി അവളുടെ ജോലി നിർത്തിയിട്ടാണ് എന്നെ നോക്കാൻ നിന്നത്. ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഈ ഭർത്താവെന്ന് പറയുന്ന ആൾ പ്രസവം കഴിഞ്ഞു, ഇപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിന്ന് വീട്ടു ജോലി ചെയ്യാന്നായി. അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാ? അപ്പോൾ അവർക്കൊരു വീട്ടുവേലക്കാരി ആവശ്യമുണ്ട്. ഇത്രയും നാളും ഞാൻ അവിടെ നിന്ന് വീട്ടുവേല ചെയ്തു കൊടുത്തു. അതിൽ കൂടുതൽ യാതൊരു പരിഗണന എനിക്ക് എനിക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഡൈവോഴ്സാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ഭാര്യ ഡൈവോഴ്സ് ആവശ്യപ്പെടുന്നു. നിങ്ങൾ കൂടെ താമസിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടും. മനസ്സിലായില്ലേ? ഇപ്പോൾ കൂടെ വന്ന് തീരുമാനം അവരെ വ്യക്തിത്വം നിങ്ങളുടെ മുമ്പിൽ അടിയറ വെച്ചിട്ട് വരാൻ തയ്യാറല്ല.
തയ്യാറല്ലെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ അവരെ ജസ്റ്റ് അവരെ അനിയനെയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തിയതിൻ്റെ കാരണം എന്താണ് അവരെ ബോധ്യപ്പെടുത്തണം. അത് സത്യസന്ധമാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ഒന്നുകിൽ തുറന്നു പറയണം. എന്തായാലും പറയട്ടെ, എന്ത് മോശമായാലും അത്രയ്ക്കുള്ള മോശം വർത്തമാനമാണല്ലോ എന്തായാലും വന്നത്. അതെന്താണെന്ന് ഞങ്ങളാരും അറിയേണ്ട, നിങ്ങൾ രണ്ടോട് തന്നെ സംസാരിച്ചാൽ മതി. അത് അവർ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ അവർ കൺവിൻസ്ഡ് ആയിട്ട് നാളെ അവർക്ക് അവരോട് ഞാൻ അത്രയും പറഞ്ഞ ഒരാളുമായിട്ട് ബന്ധം വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു റീയൂണിയൻ സാധ്യമാണ്. അതല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ ഡൈവോഴ്സാണ്. എനിക്ക് എന്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ടുപോയി സംരക്ഷിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. 22 സെന്റും വീടും എനിക്ക് അതും എന്റെ മക്കൾക്കുള്ളതാണ്. അവരുടെ തീരുമാനം അവരെടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ തയ്യാറല്ല. അവർക്ക് ആവശ്യം ജ്യോതിക്ക് എന്താ ആവശ്യം അത് പറഞ്ഞല്ലേ? എനിക്ക് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഡൈവോഴ്സിന് അവർ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഡൈവോഴ്സ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവർ ഫാമിലി കോർട്ടിൽ പോട്ടെ. നിങ്ങളുടെ കൂടെ ചേർന്ന് അവർ ഫാമിലി കോർട്ടിന് ലീഗലി ആയി നോട്ടീസ് അയക്കട്ടെ. അതിനുള്ള മറുപടി അവിടെ പറഞ്ഞു ഉറപ്പായിട്ട്. ഞാൻ നിങ്ങളുടെ അച്ഛൻ നിലയിൽ അല്ലെ ഭർത്താവ് നിലയിൽ അവർക്ക് വളർത്താൻ കഴിവില്ല. എന്തെങ്കിലും പൈസ വാങ്ങിച്ചാലുള്ളെങ്കിൽ മകനെ തരട്ടെ, ഞാൻ കൊണ്ടുപോക്കോളാം, ഞാൻ കൊണ്ട് വളർത്തിക്കോളാം. ചെലവിന് കൊടുക്കാൻ മകനെയൊന്നും വളർത്താൻ പാടാണ്. നിങ്ങൾ ചെലവിന് കൊടുക്കാൻ, നിങ്ങൾ അവർക്ക് ജീവനാംശം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്താ നിങ്ങൾക്ക് എന്താ ഇത് വേണോ? ചെലവിന് കാശ് വേണം. കാശ് വേണം, ഭർത്താവിന് വേണം. ചെലവിന് കാശിന് വേണം. ഭർത്താവിന് അങ്ങനെ എന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്നവർ എന്നിൽ നിന്ന് അവർ തന്നത് തിരിച്ചു ചോദിക്കുന്ന ന്യായം. ഇപ്പൊ ഞാൻ ഉപേക്ഷിച്ച് പോയിട്ടില്ല സാർ. 1 മിനിറ്റ് എനിക്ക് തരുമോ? ഒരു ലെറ്റർ ഞാൻ തരാം. ഇവരെഴുതി വെച്ചിട്ട് പോയ ലെറ്റർ അതിലെഴുതി ഞാനല്ല ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യയോ മക്കളെയോ ഈ സെക്കൻഡിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ സെക്കൻഡിൽ ഞാൻ പറഞ്ഞ ആകെ ഒരേ ഒരു കാര്യം, മറ്റു ഡിമാൻഡുകളൊന്നും ഞാൻ വെച്ചിട്ടില്ല. അല്ല, തന്നു കൊടുക്കാനൊന്നും എന്താ തന്നിട്ടുള്ളത്? 8 പവന്റെ സ്വർണ്ണം തന്നു. അതിൽ 1.5 പവൻ കല്യാണത്തിന്റെ 3-ന്റെ അന്ന് അവൾ അച്ഛൻ തന്നെ തിരിച്ചു വാങ്ങിച്ചു. ബാക്കി എത്ര പവനുണ്ട്? ബാക്കി 6. അത് കൊടുക്കാൻ തയ്യാറാണ്. അത് കോടതിയിൽ കേസെത്തുമ്പോൾ കോടതിയിൽ ഞാൻ ചോദിക്കുന്നില്ല, കോടതിയിൽ കേസെത്തട്ടെ. നിങ്ങൾ ഇവിടെ തീരുമാനത്തിക്കാനാണ് ചോദിക്കുന്നത്. അത് അപ്പോഴേ ആ കോടതിയിലെ പറയാൻ പറ്റും. നീ 2 പേരും കൂടെ വിളിച്ചിട്ട് നമുക്ക് തീരുമാനത്തിലെത്തി അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഓ, ഇതാണ് പ്രകാശ് സംസാരിക്കാൻ പാടില്ലെന്ന് പറയുന്ന ആള് ആണോ? ഇതാണോ? പേരെന്താ? ബിജു. എന്താ ബിജു, എന്താ വിളിച്ച ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു അനാവശ്യം പറയാമോ? ഇങ്ങേരോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നു, എന്തോ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ? അത് അല്ല, ഞാൻ എന്ത് കാര്യമാണ് പറഞ്ഞത് എനിക്ക് ഈ വേദിയിൽ എനിക്കതറിയണം. അത് മെയിൻ ഇതാണ്. ഇപ്പൊ ഇവര് പിരിയാൻ ഒരു കാരണം അടിയൊക്കെ പോയി. ഒരു കാര്യത്തിന്റെ കാര്യമല്ല ഇപ്പൊ അവർ മുഴപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ് അടിക്കുന്നതും പിന്നെ മിണ്ടാൻ പാടില്ലെന്ന് പറയുന്നതും. എന്ത് കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് ഇപ്പൊ പറയണം. അതന്നെ, എന്താ കാര്യം ഞാൻ പറഞ്ഞത് പറ. വല്ല അനാവശ്യം അത് അങ്ങനെ നിങ്ങളെല്ലാം എങ്ങനെ പറയണ്ട. വേറെ ഒരു ഞാനവിടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരു ടാറ്റ ഡോക്കോമോയുടെ ഫോൺ ഉണ്ടായിരുന്നു. അതിൽ മൂന്നാർ നിൽക്കുമ്പോൾ വിളിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. മാഡം അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ആ ഫോണിൽ ഞാൻ അവരെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇവര് വീട്ടിൽ താമസിക്കുമ്പോൾ വിളിച്ച് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ലേ വിളിച്ചത്? എന്റെ വൈഫിനെ കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്ത്. അപ്പൊ എന്താ സംസാരിച്ചത്? ഞാൻ പറഞ്ഞു പിന്നെ എന്റെ വൈഫിനെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചു. അല്ല വേറെ ഒരു പരിപാടിയൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സംസാരവും നടന്നിട്ടില്ല. ഈ സമയം ഭയങ്കരമായിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോഴുള്ള ആരോപണം ഇത് വെറുതെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് വരെ കേൾക്കാത്തൊരു സംഭവമാണിത്. ഇന്നുവരെ കേൾക്കാത്ത സംഭവമാണെന്ന് എന്റെ ഭാര്യ പറയട്ടെ. എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഈ പരാതി ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്? അല്ല, ഞാനേതായാലും പറഞ്ഞെന്ന് പറഞ്ഞാൽ ആടുത്ത പറഞ്ഞൊക്കെ പറ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ മാഡത്തോട് ഞാൻ പറഞ്ഞില്ലേ, ഈ നിമിഷം ഈ നമ്മൾ ഇരിക്കുന്ന നിമിഷം വരെ എൻ്റെ അനിയത്തി എന്നെ എടിന്നും ജ്യോതിന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ബിജു എന്നെ അക്ക എന്നല്ല, ഈ അക്ക എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാണ്ട് ഒരക്ഷരം എന്നെ വിളിക്കാത്ത കൊച്ചെറുക്കനത്. അങ്ങനെ ഒരു ചെറുക്കൻ, അങ്ങനെ പ്രത്യേകിച്ച് പ്രകാശൻ ചേട്ടനെ കാണാൻ തുടങ്ങി അന്ന് മുതൽ ഈ സെക്കൻഡ് വരെ എന്നോട് നോണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരാൾ ഈ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് അത് വിശ്വസിക്കാൻ മാത്രം ഇത്രയും അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും അനുഭവങ്ങളിൽ നിന്ന്. വേറൊരു കാര്യമുണ്ട് മാഡം, ഇതിൻ്റെ അകത്ത് ഇവന് 2 മന്ത് പിന്നെ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ഒരു വല്യച്ഛൻ മരിച്ചപ്പോൾ അന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച ഈ കക്ഷി ഞാൻ മാല വാങ്ങിച്ചു. എന്തായിരുന്നു? സ്നേഹമായിട്ട് കാര്യം വെച്ചാൽ ഒരു മാലയ്ക്ക് വേണ്ടിയാണ് അന്ന് എൻ്റെ അടുത്ത് മിണ്ടിയത്. ആ മാല കിട്ടിക്കഴിഞ്ഞപ്പോൾ
പിന്നെയും തുടങ്ങി. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു എന്റെ മാല വാങ്ങിച്ചു. എന്റെ മാല വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു വാക്കേ വാങ്ങിച്ചുള്ളൂ, ഇവരുമായിട്ട് സഹകരിക്കണം, എൻ്റെ വീട്ടുകാരുമായിട്ട് ഇവരുമായിട്ട് സഹകരിക്കാം. അന്ന് സമ്മതിച്ചു. ആ സമ്മതിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യച്ഛൻ മരിക്കണം, അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ച് ഇവരോട് 2 പേരോടും ഈ ആള് സംസാരിച്ചു, നല്ലതായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ പറയുന്നതിൽ എന്റെ കഴമ്പാണ്. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ സംസാരിച്ചു 16 ദിവസം. കാര്യങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്. അത്രത്തോളം ദേഷ്യമുള്ള അത് അവിടെ വെച്ച് നിർത്തുക. അതൊരു ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി. ആവശ്യം നടക്കാൻ വേണ്ടി എന്നും ചെയ്യാമോ? അതെല്ലാം തെറ്റാണ്. അച്ഛൻ മരിച്ച് 16 ദിവസത്തെ ഒരു അഗ്രിമെന്റ്, ആ 16 ദിവസം വേണ്ടി ആ 16-ാം തീയതി അന്ന് രാത്രി നിർത്തി. അവന് കാര്യം വേണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ അപ്പ കണമ്പാപ്പാന്ന് വിളിക്കാൻ ടൈപ്പാണ്. ഇവർ കാര്യത്തിന് വേണ്ടി എന്ത് കാര്യത്തിനും പോകും, ഏത് അറ്റം വരെ പോവേ. അല്ല, നിങ്ങളെ ഭാര്യയെ തല്ലല്, നിങ്ങളെ തല്ലുകൊള്ളുന്ന മൊത്തം ഇവരെ പ്രതിയാ തല്ലുകൊള്ളുന്നത്, മനസ്സിലായില്ലേ? അല്ലാതെ ഞങ്ങൾ പ്രശ്നങ്ങളില്ല. എന്താ കൊണ്ടുപോകാൻ ഞങ്ങള് ഭർത്താവ് കണ്ടിച്ചേക്കണ്ടേ, നമ്മളെ ഭാര്യ കണ്ടിച്ചേക്കണ്ടേ?